ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് കൂന്തളിൻ്റെ ഒരു റെസിപ്പിയുമായിട്ടാണ്. കൂന്തൽ റോസ്റ്റാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കാണിച്ചു തരുന്നത്. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ കൂന്തളിനെ ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 കിലോ കൂന്തൾ ഞാനിവിടെ കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ കൂന്തൾ വേവുന്ന സമയത്ത് ഒരു സ്മെല്ല് ഫീൽ ചെയ്യും. അത് ഫീൽ ചെയ്യാതിരിക്കാനായിട്ട് ഇത്ര കുരുമുളക് നമ്മൾ ഇതിലോട്ട് ചേർക്കും. അതുപോലെ തന്നെ ഇത്ര പെരിഞ്ചീരകം നമ്മൾ ചേർക്കും. പിന്നെ ഞാൻ ഇതിലോട്ട് ഒരു 6 ചെറിയ ഉള്ളി ഇതുപോലെ പകുതിയായിട്ട് അരിഞ്ഞിട്ട് ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കും. ഇനി നമ്മൾ കൂന്തലിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർക്കും. ഇനി ഇതിനെ നന്നായിട്ട് ഞാനൊന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾ ഇതിനകത്ത് അധികം വെള്ളമൊന്നും ചേർക്കണ്ട, കൂന്തളിൽ വെള്ളം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം മാത്രം ഇതിലോട്ട് ചേർത്തിട്ട് ഒരു 2 വിസിൽ വരുന്ന വരെ നമുക്കിതിനെ നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് കൂന്തൽ റോസ്റ്റിലോട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. നമ്മുടെ കൂന്തൽ റോസ്റ്റിലോട്ടായിട്ട് ഞാനിവിടെ 2 സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ടാണ് എടുക്കുന്നത്. പിന്നെ ഞാനിവിടെ 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ 6 അല്ലി വെളുത്തുള്ളി ഇതുപോലെ പൊടി അരിഞ്ഞിട്ട് എടുക്കുന്നുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഒരു തക്കാളിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. പാത്രം ഞാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് പെരിഞ്ജീരകം ചേർക്കാം. കൂടെ കുറച്ച് നല്ല ജീരകം കൂടെ ചേർക്കാം. നമ്മുടെ ജീരകം എല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന സവാള അതിലോട്ട് ചേർത്ത് കൊടുക്കാം. സവാള വഴണ്ടി കിട്ടാനായിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ സവാളയെ നല്ലപോലെ വഴറ്റിയെടുക്കാം. നമ്മുടെ സവാളയൊക്കെ നല്ലപോലെ വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർക്കാം. കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ നമുക്ക് ചേർക്കാം. ഇനി നമുക്കിതിനെ നല്ലപോലെ ഒന്നും കൂടെ വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയും സവോളയും എല്ലാം നല്ലപോലെ വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള സ്പൈസസ് എല്ലാം ചേർക്കാം. സ്പൈസസ് ആയിട്ട് ഞാനിവിടെ ചേർക്കുന്നത് ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. അതുപോലെ തന്നെ നമുക്കിതിലോട്ട് ഇനി ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കാം. ഇനി നമുക്കിതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റാം. അപ്പോൾ നമ്മുടെ മസാലയുടെ എല്ലാം പച്ചമണം മാറി നല്ല പരുവമായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കൂന്തൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. നിങ്ങൾ ഈ സമയത്ത് ഉപ്പ് നോക്കണം. ഉപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കൂന്തൽ റോസ്റ്റ് 90% റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഫിഷ് മസാല ചേർക്കാം. ഇനി നമുക്കിതിനെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് ചേർത്ത് നല്ലോണം ഡ്രൈ ആവുന്ന വരെ വയ്ക്കാം. അപ്പോൾ നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവസാനത്തെ പൊടിക്കൈ എന്ന് പറഞ്ഞ പോലെ നമുക്ക് കുറച്ച് മല്ലിയില ഇതിൻ്റെ മീതേക്കടെ ഇട്ട് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് സർവിങ് ബൗളിലോട്ട് മാറ്റാം. അങ്ങനെ ഞങ്ങളുടെ കൂന്തൽ റോസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്.